ഈ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ വിളിക്കുക. നമസ്കാരം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് കല ജന്മസിദ്ധമായി കിട്ടുന്നതാണ്, പാരമ്പര്യമായി കിട്ടുന്നതെന്നൊക്കെ പറയാറുള്ളതാണ്. എങ്ങനെയാണ് ഈ നൃത്തത്തോട് താല്പര്യം തോന്നുന്നത്? എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വരുന്നത്? എനിക്ക് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ യാതൊന്നുമില്ല. പിന്നെ ഒരു 4th 5th ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ യേശുദാസിന്റെ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ ധാരാളം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കേട്ട് ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ അവിടെ കണ്ട് ദൂരെ മാറി കാണിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചേട്ടനാണെങ്കിലും മൂത്ത ചേട്ടൻ ഞാനുമായിട്ട് 23 വയസ്സിന് വ്യത്യാസമുണ്ട്. ചേട്ടൻ എന്നെ ശ്രദ്ധിക്കുമായിരുന്നു ഇപ്പോഴും എങ്ങനെയാ ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഇനി കലാമണ്ഡലം എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, അവിടേക്ക് പോയി പഠിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഭയങ്കര ഡാൻസിനോട് അപ്പോൾ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരി പോവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് കലാമണ്ഡലം അന്വേഷിച്ചപ്പോഴത്തേക്ക് 7th കഴിഞ്ഞ് 8th അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ആയിട്ടുമില്ല. അപ്പം ശരി കുറച്ചുകൂടെ ഇവിടെ നോക്കിയിരിക്കാം, ഒരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കലാമണ്ഡലത്തിലേക്ക് പോയത്. അങ്ങനെ കലാമണ്ഡലത്തിൽ ഞാൻ 88 89 ആയപ്പോൾ ഡിപ്ലോമ ആയിരുന്നു. അപ്പൊ അതിനു മുമ്പ് കലാമണ്ഡലത്തിൽ എത്തുന്നതിന് മുമ്പ് നൃത്തം അഭ്യസിച്ചിരുന്നു. അവിടെ അമൃതം ഗോപിന എന്ന് പറഞ്ഞ ടീച്ചറിന്റെ പേരിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. കുറച്ചുകൂടെ എനിക്ക് ബേസ് വേണമെന്ന് വിചാരിച്ചത് അതാണ് കലാമണ്ഡലത്തിലേക്ക്. അന്നത്തെ സ്റ്റേജിലൊക്കെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ടായിരുന്നു, ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ടീച്ചറിന്റെ ബാലി ട്രൂപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ നല്ല തങ്ക ബാലി, അങ്ങനെ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത്. ഇപ്പൊ വളരെ കുട്ടിയാകുമ്പോൾ തന്നെ സ്വന്തം ഫീൽഡ് നൃത്തമാണെന്നൊക്കെ തോന്നിയിരുന്നു. നൃത്തത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് ഡോക്ടർ ആകാനായിരുന്നു ഭയങ്കര താല്പര്യം. പിന്നെ എപ്പോഴാണ് ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ നൃത്തത്തെ കണ്ടു തുടങ്ങി, കുറെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത് എപ്പോഴാണ്? പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് കലാമണ്ഡലത്തിൽ പോയി, കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോഴും പിന്നെ ഒരു വലിയൊരു പെർഫോമർ ആവണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അത് കോഴ്സ് കഴിഞ്ഞിട്ട് ധാരാളം സ്റ്റേജിൽ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 7 വർഷമാണ് ഈ കലാമണ്ഡലത്തിൽ പഠിക്കുന്നത്. 88 89 എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയത്. ഞാൻ 21 വർഷമായപ്പോൾ ഡിപ്ലോമ. അപ്പം ഞങ്ങൾക്ക് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി 3 ഒരുമിച്ച് പഠിക്കണമായിരുന്നു. പിന്നെ ഇപ്പൊ എടുത്തിരിക്കുന്ന സ്പെഷ്യലൈസ് ചെയ്യുന്ന മോഹിനിയാട്ടമാണ്. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. നമസ്കാരം, കൂട്ടുകാരിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെയാണ് വിളിക്കുന്നത്? കൊച്ചിയിൽ നിന്ന്. സംസാരിച്ചു. ഹലോ ഹിമ, ടിവിയുടെ വോളിയം കുറച്ച് വയ്ക്കൂ. കുറച്ച്. ഹലോ ഹലോ സംസാരിച്ചോളൂ. ഹലോ മാഡം, ഞാൻ 10th കഴിഞ്ഞ് നിൽക്കുകയാണ്, ഡാൻസ് പഠിക്കുന്നുണ്ട്. ഹലോ ഹിമ, ടി വി നോക്കി ശ്രദ്ധിച്ച് സംസാരിക്കൂ. ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ, ടി വി ശ്രദ്ധിക്കരുത്. ഓക്കെ. ഞാനിപ്പോൾ 10th കഴിഞ്ഞ് നിൽക്കുകയാണ്. ഹലോ മാഡം. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ഓക്കെ, സംസാരിച്ചോളൂ. ഓക്കെ, ഞാൻ ഫോക്ക് ഡാൻസ് ആണ് പഠിച്ചിരിക്കുന്നത്. എന്താണ് ചോദിക്കാനുള്ള? മാഡത്തോട് എന്താണ് ചോദിക്കാനുള്ള ഹിമ? ഹലോ ഹലോ കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പം എന്തൊക്കെ കോഴ്സാണ് അവിടെ ചെയ്തത്? അവിടുന്ന് ഡിപ്ലോമ കഴിഞ്ഞു. പിന്നെ ഞാൻ കോഴ്സ് കഴിഞ്ഞ് പിന്നെ പ്രൈവറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സ് കഴിഞ്ഞ് ആ വർഷം തന്നെ എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് കിട്ടി 2 വർഷത്തെ. കലാമണ്ഡലം സുഗന്ധി ടീച്ചറിന്റെ അടുത്താണ് കളമശ്ശേരിയിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നത്. അത് മോഹിനിയാട്ടത്തിന് തന്നെ സ്കോളർഷിപ്പ് കിട്ടിയത്. ആ പഠിച്ച വർഷം തന്നെ എനിക്ക് കിട്ടിയത് സ്കോളർഷിപ്പ്. അത് കഴിഞ്ഞ് പിന്നെ അധികം ടീച്ചറിൻ്റെ അടുത്ത് പോയി സുന്ദരിച്ചുമായിട്ട് ക്ലാസ്സിനൊക്കെ പോയി ടീച്ചർ നിറയെ പ്രോഗ്രാംസ് ഒക്കെ എന്നെ ചെയ്തിട്ടുണ്ട്. നിശാഗന്ധി, സൂര്യ തുടങ്ങിയ വലിയ സ്റ്റേജുകളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കലാമണ്ഡലത്തിൽ ടെമ്പററി ആയിട്ട് ജോലിക്ക് 3 വർഷം ഞാൻ അവിടെ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡിപ്ലോമക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, MA ചെയ്യാമെന്നുള്ളത്. ഇത്ര വർഷം ഒരു അങ്ങനെ കലാമണ്ഡലത്തിൽ ഞാൻ MAക്ക് ചേർന്നു. കലാമണ്ഡലത്തിൽ MA ചേർന്ന് ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മോഹിനിയാട്ടത്തിൽ തന്നെ MA ചേർന്നിരിക്കുന്നു. അപ്പോൾ ഒരു നല്ല ടീച്ചർ എപ്പോഴും നല്ല സ്റ്റുഡൻ്റ് ആയിട്ടെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നത്? പഠിക്കുന്നത് എവിടെയാണ് പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നത് വീട്ടിൽ തന്നെയാണ്. ധാരാളം കുട്ടികൾ
പഠിക്കാൻ വരുന്നുണ്ട്, പഠിക്കുന്നുമുണ്ട്. ലീലാമൃതത്തിൻ്റെ അടുത്ത്, അയമൃതത്തിൻ്റെ അടുത്ത്. അങ്ങനെ ചോദിക്കാറുണ്ട് ഞാൻ ടീച്ചർമാർക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കോറിയോഗ്രാഫി ചെയ്യുമ്പോഴത്തേക്കും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അവരെനിക്ക് വേണ്ട വിധ ഉപദേശങ്ങളൊക്കെ തരാറുണ്ട്. നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ടാവും, എങ്കിലും നമുക്ക് അതിൽ വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരുപാട് കാലം പഠിച്ചവരുണ്ടാവും. അങ്ങനെ ഞാൻ കലാമത്തിൽ ആദ്യം 1ാം വർഷമായിട്ട് ചേരുമ്പോൾ എനിക്ക് ഹൈമ ടീച്ചറും ലതിക ടീച്ചറും ആയിരുന്നുണ്ട് തുടക്കത്തിലെ ഗുരുക്കന്മാർ. പിന്നെ ഭരതനാട്യം കലാക്ഷേത്ര ഓർഗനൈസ് പിന്നെ കുച്ചിപ്പുടി പഠിപ്പിച്ചത് കലാമണ്ഡല രാജലക്ഷ്മി. അത് കഴിഞ്ഞ് 3rd year ഒക്കെ ആയപ്പോഴാണ് കലാമണ്ഡല ലീലാമ ടീച്ചറിന്, കലാമണ്ഡല പത്മിനി ടീച്ചർ. 4th year ആയപ്പോൾ കലാമണ്ഡല സത്യഭാമ ടീച്ചർ. പുറത്ത് ഇതല്ലാതെ കലാമണ്ഡലത്തിൽ പഠിക്കാനുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ള രീതിയിൽ പുറത്ത് പോയി പഠിക്കുന്നത് ഏതൊക്കെയാണ് പഠിച്ചത്? ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടി പുറത്ത് പോയി പഠിച്ചിട്ടുണ്ട്. മധുരൈ മുരളി മാഷിൻ്റെ അടുത്ത് ഭരതനാട്യം, കലൈമാമി ഇന്ദ്രരാജൻ, കലാക്ഷേത്രം ശുചിത്ത് എല്ലാം അവരുടെ അടുത്ത് ഭരതനാട്യം പോയി പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇപ്പോഴും. കുച്ചിപ്പുടി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. ചെറിയ ചെറിയ സ്റ്റേജുകൾ ഭരതനാട്യം കുച്ചിപ്പുടി ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും മോഹിനിയാട്ടത്തിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പം അതുപോലെ എന്നെ കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഉപരിപഠനത്തിനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഉപരിപഠനത്തിനെന്ന് വെച്ചാൽ പുതിയ പുതിയ കോറിയോഗ്രാഫി നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. നമസ്കാരം, കൂട്ടുകാരിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, പെരുമ്പാവൂർ ആയിക്കോടി എന്ന് പറയും. മാഡത്തിന്റെ പേര്? ശ്രീനി ജോർജ്. സംസാരിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഹലോ മാഡം. ഹലോ, ഞാൻ പെരുമ്പാവൂർ അടുത്താണ്. പെരുമ്പാവൂർ ആയിക്കോടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞാനിപ്പോ കൂട്ടുകാരി കണ്ടുകൊണ്ടിരിക്കാമോ. അപ്പൊ സോണി ടീച്ചറിനെയൊക്കെ അറിയാം, സോണി ടീച്ചറിനെയൊക്കെ അറിയാം. അപ്പൊ എൻ്റെ ഒരു സംശയം, ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയാണെങ്കിൽ ഡാൻസ് പ്രോഗ്രാമൊക്കെ പഠിക്കാനൊക്കെ അവസരം, അങ്ങനെ ക്ലാസ്സിലൊക്കെ പോയി പഠിക്കാൻ പറ്റിയ അവസരമുള്ള സ്ഥലം എല്ലായിടത്തും അതൊക്കെ പഠിപ്പിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ആഗ്രഹമായിട്ട്. ആഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ പെരുമ്പാവൂരാണെങ്കിൽ കലാമണ്ഡലം സുമതി ടീച്ചറുണ്ട്, വസന്ത ടീച്ചറുണ്ട്. പഠിക്കുന്നതിന് കുഴപ്പമില്ല, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും പഠിക്കാമല്ലോ. എന്റെ വീട് തൃശ്ശൂർ. ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അതെ. സുമതി ടീച്ചർ. അപ്പൊ ഞാനിപ്പോ അവിടെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ശരി, താങ്ക്സ്. നന്ദി കൂട്ടുകാരൻ വിളിച്ചതിന്. പറഞ്ഞു വന്നത് എന്നെ കഴിഞ്ഞ് ഉപരിപഠനത്തിന് റിസൾട്ട് വെയിറ്റ് ചെയ്ത് അല്ലേ? അപ്പൊ അതിനുശേഷം എന്തെങ്കിലും പഠിക്കാനുള്ള സാധ്യതകൾ, സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള സാധ്യതകൾ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടോ? ഇപ്പൊ കലാമണ്ഡലത്തിൽ തന്നെ ഉണ്ട്, MPhil ഉണ്ട്, PhD ഉണ്ട്, എല്ലാം യൂണിവേഴ്സിറ്റി. അതിനുവേണ്ടി അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. റിസൾട്ട് വരുന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ട്. ഇപ്പൊ മോഹിനിയാട്ടം പഠിച്ചു, ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ. അതല്ലാതെ ഇന്ത്യയിലെ മറ്റ് നൃത്തരൂപങ്ങൾ ഏതെങ്കിലും? ഞാൻ കാണാറുണ്ട്, ഒരുപാട് കാണാറുണ്ട്. എല്ലാ ഒഡിസിയാണെങ്കിലും കഥക്കാണെങ്കിലും എല്ലാ കലയും കാണാറുണ്ട്. പക്ഷെ ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയാണ് കൂടുതൽ പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, പലരും കേരളത്തിലുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താൻ ഞാൻ മറ്റേ പ്രതിഭ റോയുടെ, ഒരു എഴുത്തുകാരി പ്രതിഭ റോയുടെ യാജ്ഞസേനി എന്ന് പറഞ്ഞ ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. എന്തായിരുന്നു അത്? അത് ദ്രൗപദിയുടെ ഒരു വിഷയത്തിന് അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വന്തമായി കമ്പോസ് ചെയ്തു. എത്ര സമയം വരെ വരുന്നു? ഒരു അരമണിക്കൂർ. ഇതൊരു നോവലാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ നോവല്? എനിക്ക് ആ എഴുത്തിനോട് വളരെ താല്പര്യം തോന്നി, അവരുടെ കാഴ്ചപ്പാടിനോട് താല്പര്യം തോന്നി, അങ്ങനെ ഞാൻ എടുത്ത് ചെയ്തതാണ്. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. കൂട്ടുകാരിലേക്ക് സ്വാഗതം. ആരാണ്? സംസാരിച്ചോ. മാഷെ നമസ്കാരം. ഹലോ. നമസ്കാരം മാഷെ. അതെ. ഹലോ സാർ. മോഹിനിയാട്ടത്തിനെ പറ്റിയിട്ട് ഒരു TV ഒന്ന് വോളിയം കുറയ്ക്കൂ സാർ. ഹലോ. മാഷെ എനിക്കിപ്പോ ചോദിക്കാനുള്ളത് ഒന്നുമില്ല. മോഹിനിയാട്ടം, അതായത് ഇപ്പോൾ മോഹിനിയാട്ടത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ യഥാർത്ഥമായിട്ട്
കലാമണ്ഡല സൃഷ്ടിയാണുള്ളത്. അതെ അതെ ഇപ്പോഴത് ഒരു നമ്മൾ ഈ മോഹിനിയാട്ടം എന്നെ സംബന്ധിച്ചോളം കുറെ ഞാൻ എഴുതിയിട്ടുള്ളതാണ്, കവിതയ്ക്കാനാണ് അതെ 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 ആദ്യമായിട്ട് എഴുതി പറഞ്ഞ മാഷിന്റെ അറിയുമല്ലോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഹലോ സർ, ഈ മോഹിനിയാട്ടം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സർ ടിവിയുടെ വോളിയം കുറച്ച് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ സർ. ഹലോ, ശരി സർ, സംസാരിച്ചു. മോഹിനിയാട്ടം വളരെ നമ്മളുടെ കാഴ്ചപ്പാടിന് വളരെ വ്യത്യാസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും നമ്മളുടെ സംസ്കാരം വിടാതെ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങി എന്നുള്ളൊരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ കലാമണ്ഡലം ശൈലി തന്നെ പിന്തുടർന്നു പോകാനായിട്ടാണ്, അതിൻ്റെ സംസ്കാരം തനിമയെ വിടാതെ തുടർന്നു പോകാൻ തന്നെയാണ് താല്പര്യം. അതെ അതെ, കലാമണ്ഡലത്തിന്റെ അതിന്റെ ശരിയായിട്ടുള്ള സ്ഥായിഭാവങ്ങളും സ്ഥാനങ്ങളും എല്ലാം മോഹിനിയാട്ടത്തിന് അതിന്റെ ഒരു ചട്ടക്കൂട് കലാമണ്ഡലം തന്നെയാണെന്നുള്ള ഉറപ്പാണല്ലോ. അതെ അതെ, എന്നെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും കലാമണ്ഡലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ മോഹിനിയാട്ടത്തിന് പുതിയ മാറ്റങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ഇപ്പോ ടോം ആൻഡ് ജെറി വരെ മോഹിനിയാട്ടത്തിൽ വരുന്നുണ്ട്. അതൊരു മോഹിനിയാട്ടമായിട്ട് സങ്കല്പിക്കാമോ? അത് മോഹിനി നടനാക്കണോ? മോഹിനിയാട്ടത്തിന്റെ പേര് പറഞ്ഞ ആ മോഹിനിയാട്ടത്തിന് എന്ന നൃത്തത്തെ ഒരു സ്ഥാനം ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു മാർഗം എന്താണെന്ന് കലാമണ്ഡല ആൾക്കാരും കലാമണ്ഡലത്തിലെ മോഹിനിയാട്ട നർത്തകികളും അതിന് ബന്ധപ്പെട്ട അധ്യാപകരും കൂടി അതിനൊരു പോംവഴി കണ്ടുപിടിക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും മാഷ് എല്ലാവരുമായിട്ട് ഗുരുക്കന്മാർ വലിയ വലിയ ഗുരുക്കന്മാരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളും നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും കലാമണ്ഡലമാണ് മോഹിനിയാട്ടത്തിന്റെ യഥാർത്ഥ ഉറവിടം. അതെ അതെ, അതാണ് ശരിയെന്ന് സങ്കല്പിക്കാനായിട്ട് അതിനു വേണ്ട ഒരു നടപടിയും അതിനു വേണ്ട ചട്ടക്കൂടും അതിനു വേണ്ട ഒരു പുസ്തകങ്ങളും അവിടുത്തെ രീതിയിലത്തെ തീർച്ചയായിട്ടും എല്ലാം ഇറക്കാനായിട്ടൊരു പ്രത്യേകിച്ച് കവിത ജൂറി മെമ്പറാണല്ലോ, കവിതയ്ക്ക് പറയാം, അത് പറയണമെന്ന് എനിക്ക് പറയാം. ഇത്രയും എനിക്ക് പറയാമോ? എന്നെ കൊണ്ട് കഴിയാവുന്നത് മക്കളെ ശ്രമിക്കും എന്തായാലും. വളരെ നന്ദി സർ, കൂട്ടുകാരി വിളിച്ചത്. മുൻപ് വിളിച്ചത് എൻ്റെ ഗുരുവും എന്നെ ചോദ്യം മാഷ്. ഞാൻ ആദ്യമായിട്ടൊരു വർണ്ണം ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടപ്പോഴത്തേക്കും ആദ്യം മാഷിൻ്റെ വർണ്ണമാണ് ഞാൻ എടുത്ത് ചെയ്ത ഹിന്ദോളത്തിലെ കർണൻ്റെ കുന്തിയെ പറ്റിയുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുന്തിയുടെ വിഗ്രഹം ചെയ്യണം. അപ്പോൾ മാഷോട് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് മാഷ് എനിക്ക് ഒരു വർണ്ണം വേണം, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ മാഷ് പറഞ്ഞാൽ എൻ്റെ കുട്ടി എഴുതാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആദ്യമായിട്ട് മാഷാണ് എനിക്കൊരു വർണ്ണം എഴുതി തന്നതും. കലാമണ്ഡലം കൃഷ്ണകുമാർ കഥകളി മാഷ് കൃഷ്ണകുമാറാണ് എന്നെ ഇങ്ങനെ പറഞ്ഞ് കവിത വർണ്ണം ചെയ്യുക, വെറുതെ ഇരിക്കരുത്, ഇങ്ങനെ പഠിച്ചിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് കലാമണ്ഡലം ഗണേഷ് നിറയെ ആൾക്കാർ തന്നെ വന്നിട്ടുണ്ട്. നമസ്കാരം, കൂട്ടുകാരിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്നാണ്? സംസാരിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം. കോൾ കട്ടായി പോയിട്ട് വന്നു. നമുക്ക് മാഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ ടോം ആൻഡ് ജെറി കാണുന്നതിന് എന്തായാലും എന്നെ സംബന്ധിച്ചോളം അങ്ങനത്തെ രീതിയിലേക്ക് പോകാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഡാൻസിനോട് അവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? പണ്ടത്തെ പോലത്തെ കുട്ടികൾക്ക് ഡാൻസിനോട് താല്പര്യമുണ്ടോ? ഇപ്പോൾ താല്പര്യമുണ്ട്, ഇല്ലായില്ല. കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ള കുട്ടികളുണ്ട്. ഇപ്പം യൂത്ത് ഫെസ്റ്റിവലാണെങ്കിൽ പോലും പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ടീച്ചർ യൂത്ത് ഫെസ്റ്റിവലല്ല ഇതിലും കൂടുതലായിട്ട് പഠിക്കണം ഞങ്ങൾക്ക്. അത് ഈ കുട്ടികൾ വളരെയധികം താല്പര്യപ്പെട്ട് വരുന്നവരുണ്ട്. ഒരു മോഹിനിയാട്ടത്തിൻ്റെ ആധികാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയണം പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുട്ടികൾ പോലും വളരെ എന്താ